മഴതോറും മുൻപയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സ്റ്റാൻലി വരുമ്പോൾ താൻ കൂടെ ചെല്ലാമെന്ന് അലീന സമ്മതം നൽകിയെന്ന വാർത്ത അറിഞ്ഞ് ബാലചന്ദ്രന് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. ഇതേസമയം മുത്തശ്ശിയിൽ നിന്നും വൈജയന്തിയും ആ വാർത്ത അറിയുകയാണ്. അലീന പോവുകയാണ് തൻ്റെ അച്ഛൻ്റെ ഒപ്പം. തീരെ സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല വൈജയന്തിക്ക്. താൻ ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വൈജയന്തി വല്ലാതെ ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. മുത്തശ്ശി ചോദിച്ചു, നിനക്ക് എന്ത് അവകാശമുണ്ട് അവളെ ഇവിടെ നിന്നും പറഞ്ഞയക്കില്ലെന്ന് പറയാൻ? ബാലചന്ദ്രൻ നിന്നിൽ നിന്നും അത് മുന്നേ നിഷേധിച്ചതായിരുന്നു. വൈജ പറഞ്ഞു, അതെന്തുകൊണ്ടില്ലെന്നാണ് പറയുന്നത്? ഞാൻ പ്രസവിച്ചതല്ലേ അവളെ. പിന്നെ എന്നിൽ നിന്നും നിങ്ങളെല്ലാവരും പറിച്ചു മാറ്റിയതാണ്. ഞാനായിട്ടൊരിക്കലും അവളെ ഉപേക്ഷിച്ചതുമല്ല. എന്തുകൊണ്ടാണ് അവളിൽ ഒരഭിപ്രായം പറയാൻ എനിക്ക് അധികാരമില്ലെന്ന് നിങ്ങളൊക്കെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അമ്മേ എന്ന് വൈജയന്തി പറയുന്നു. അല്ലെങ്കിലും അമ്മയോട് എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? അമ്മയ്ക്കിവിടെ ഇരുന്ന് മറ്റുള്ളവർ പറഞ്ഞതൊക്കെ കേൾക്കാം എന്നല്ലാതെ ഞാനെന്തായാലും ബാലചന്ദ്രനെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വൈജ അമ്മയുടെ മുറി വിട്ട് ഇറങ്ങാൻ നേരത്ത് വൈജയോട് മുത്തശ്ശി പറയുന്നുണ്ട്, വൈജയ്, നിന്നോടെല്ലാവരും പറഞ്ഞു തന്നതാണ് നീ ഒന്നിനും എടുത്തു ചാടേണ്ടെന്ന്. നീ ഒരു പൊടിക്ക് ഒതുങ്ങി നിന്നാൽ തീരാവുന്ന പ്രശ്നങ്ങൾ മാത്രമാണ് ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ളത്. നീയായിട്ട് അതെല്ലാം കൂടി കൂട്ടാൻ നിൽക്കരുത് വൈജയ്. പക്ഷെ അമ്മ പറയുന്ന പോലെ ഒതുങ്ങി ഞാൻ നിൽക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടിയിട്ടാണ്? അലീന ഇവിടെ തുടരാനും എൻ്റെ 3 മക്കളോടൊപ്പം അവൾ വളരാനും വേണ്ടിയിട്ട് അല്ലേ? അവര് 4 പേരും സഹോദരന്മാരായിട്ട് തന്നെ ഈ വീട്ടിൽ ഒരുമിച്ചുണ്ടാവാൻ വേണ്ടിയിട്ട്. എന്നാൽ ഇന്നതെല്ലാം അവസാനിക്കുന്നു എന്ന് പറയുമ്പോൾ വീണ്ടും അമ്മ എന്നോട് ഈ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഒതുങ്ങി നിൽക്കണം പോലും തയ്യാറാണ്. പക്ഷെ ബാലചന്ദ്രനോട് 2 വാക്ക് എനിക്ക് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വൈജയന്തി മുത്തശ്ശിയുടെ മുറി വിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. വൈജയന്തി അവിടെയെല്ലാം നോക്കുമ്പോൾ മുകളിലാണ് അവരുള്ളതെന്ന് മനസ്സിലാവുന്നുണ്ട്. വൈജ അവിടേക്ക് നടന്നു ചെല്ലുമ്പോൾ അലീനയും ബാലചന്ദ്രനും എന്തോ സീരിയസ് ആയിട്ടുള്ള സംസാരം തുടരുകയായിരുന്നു. വൈജയെ കണ്ടതും ബാലചന്ദ്രൻ പറഞ്ഞു തുടങ്ങിയ വാക്കുകൾ അവിടെ നിർത്തിവെക്കുകയാണ്. അലീന ബാലചന്ദ്രനോടായി ചോദിച്ചു, ബാലചന്ദ്രൻ എന്തുകൊണ്ടാണ് അലീനയെ ഇവിടെ നിന്നും പറഞ്ഞയക്കുന്നത്? ഏതോ ഒരു സ്റ്റാൻലി വന്ന് അവളെ വേണമെന്ന് പറയുമ്പോഴേക്കും അയാളുടെ ഒപ്പം പറഞ്ഞു വിടുന്നതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല ബാലചന്ദ്ര. ബാലചന്ദ്രൻ വൈജയന്തിയോടായി പറയുന്നുണ്ട്, ഞാൻ പലവട്ടം പറഞ്ഞതാണ് അലീനയുടെ കാര്യത്തിൽ ഇടപെടാൻ മാത്രം വൈജയന്തിക്ക് ഒരവകാശവുമില്ലെന്ന്. എങ്കിലും വൈജ ചോദിച്ചതിൻ്റെ മറുപടി ഞാൻ വേണമെങ്കിൽ പറഞ്ഞു തരാം. അലീനയോട് ഇവിടെ നിന്ന് പോകാൻ ഞാൻ പറഞ്ഞിട്ടില്ല. അയാളോടൊപ്പം ഇവിടെ നിന്നും പോകണമെന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ അലീനയുടെയും അയാളുടെയും മാത്രം തീരുമാനമാണ്. ബാലചന്ദ്രൻ വീണ്ടും വൈജയോട് പറയുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തർത്ഥത്തിലാണ് അലീനയോട് ഇവിടെ നിന്നും പോവരുതെന്നും പറയേണ്ടത്? അതുകൂടി എനിക്കൊന്ന് പറഞ്ഞു തന്നാലും എന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ ഒരു പുച്ഛിച്ച പോലെ വൈജയുടെ മുഖത്ത് നോക്കി ചിരിച്ചു. വൈജ പറഞ്ഞു, എല്ലാത്തിനും കാരണക്കാരൻ ബാലചന്ദ്രൻ തന്നെയാണല്ലോ. എവിടെയോ കിടന്ന ഈ കഥകളൊന്നും അറിയാതെ അയാളുടെ ജീവിതം നോക്കി ജീവിച്ചു പോകുന്നതിനിടയിൽ ബാലചന്ദ്രൻ ചെന്ന് അയാളെ കൂട്ടിക്കൊണ്ടുവരികയല്ലേ ഉണ്ടായത്. അല്ലാതെ ഒരിക്കലും അയാൾ ഇങ്ങനെ ഒരു മകളുണ്ടെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് എത്തിയതൊന്നും അല്ലല്ലോ. ബാലചന്ദ്രൻ ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് കൈയൊഴിയാൻ മാത്രം. വൈജയുടെ സംസാരം അച്ഛന് നേരെ വളരെ രൂക്ഷമാവുകയാണെന്ന് മനസ്സിലാക്കി അലീന പറയുന്നുണ്ട്, ഇതൊക്കെ പറയാൻ മേഡത്തിന് ഒരവകാശവുമില്ലെന്ന് ആദ്യമേ പറഞ്ഞതാണ് അച്ഛൻ. വീണ്ടും മേഡം ഇത്രയും സംസാരിക്കുമ്പോൾ ഒരു കാര്യം ഞാനും കൂടിയും പറയാം. എന്നോടാരും പോകാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ആരുടെ കൂടെ വേണമെങ്കിലും പോകാൻ എനിക്ക് കഴിയും. ഞാനൊരു ഹോം നേഴ്സാണ്. ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നു എന്നറിയുമ്പോൾ എന്നെ വന്നവർ വിളിച്ചാൽ അവരെനിക്ക് തരാമെന്ന് പറയുന്ന പേയ്മെൻറ്റ് ഓക്കെ ആണെങ്കിൽ അവരോടൊപ്പം പോകാം എനിക്ക്. ഇതും അത്ര മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ അച്ഛനെയും അമ്മയെയും സന്തോഷിപ്പിക്കണം. അതാണ് അദ്ദേഹം എന്നോട് പറഞ്ഞ വാക്ക്. ആ വാക്ക് നിറവേറ്റാനാണ് ഞാൻ കൂടെ പോകുന്നത്. അലീനയുടെ വാക്കുകൾ കേട്ട് വൈജയന്തിക്ക് എന്ത് പറയണമെന്ന് പോലും അറിയുന്നുണ്ടായിരുന്നില്ല. വൈജയന്തി 2 പേരോടുമായി പറഞ്ഞു. വളരെ സ്വരം താഴ്ത്തി തന്നെയാണ് വൈജയന്തി സംസാരിക്കുന്നത്. സ്റ്റാൻലി വന്ന് വിളിക്കുമ്പോൾ കൂടെ പോവേണ്ട കാര്യമൊന്നും നിനക്കില്ല അലീന. കാരണം ഞാനാണ് നിന്നെ പ്രസവിച്ചത്.
അത് ഈ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാവുന്ന സത്യവുമാണ്. എനിക്കറിയാം നിന്റെ അച്ഛൻ ആരാണെന്ന്, അല്ലേ? അപ്പോൾ അയാൾ വന്ന് വിളിക്കുമ്പോൾ ഈ നിൽക്കുന്ന അലീന എൻ്റെയും ബാലചന്ദ്രൻ്റെയും മകളാണെന്ന് പറയാൻ എനിക്ക് എന്തിനു ബുദ്ധിമുട്ടണം? അങ്ങനെ പറഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ ഇവിടെ ഈ ബന്ധം. പിന്നെ ആരെ പേടിച്ചിട്ടാണ് നീ അയാൾക്കൊപ്പം പോകാൻ നിൽക്കുന്നത്? എനിക്ക് ഉറപ്പാണ് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഞാനിവിടെ ഉണ്ടാക്കിയിട്ടും പോവാതിരുന്ന നീ ഇപ്പോൾ അയാൾക്കൊപ്പം പോകുന്നത് എന്തിനാണെന്ന്. നീ നിന്റെ സഹോദരങ്ങളെ വിട്ട് പോകാൻ താല്പര്യമില്ലാത്ത ഒരാളാണ്. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, അതിനൊന്നും മറുപടി എനിക്കില്ല, ഞാൻ പോകുന്നു, അത്രമാത്രം എന്ന് പറഞ്ഞുകൊണ്ട് അലീന താഴേക്ക് പോവുകയാണ്. വൈജയോടായി ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അന്വേഷിച്ചു വന്ന ഉത്തരം കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രനും താഴേക്ക് തന്നെ പോവുകയാണ്. അലീന തൻ്റെ പപ്പയുടെ ഒപ്പം പിറ്റേ ദിവസം തന്നെ പോവുകയാണെന്ന വാർത്ത ബബിതയുടെയും കൃഷ്ണമോളുടെയും കാതുകളിലേക്ക് എത്തുകയാണ്. ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ അവർ രണ്ടാളും സ്കൂളിലും കോളേജിലും ആയതുകൊണ്ട് എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളെന്ന് അവർ രണ്ടാളും അറിഞ്ഞിരുന്നില്ല. വീട്ടിലെത്തി അവരോടായി ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നാളെ നിങ്ങളുടെ ചേച്ചി പോവാണ്, ചേച്ചി വല്ലതും പറഞ്ഞിരുന്നു എന്ന്. ബബിതയും കൃഷ്ണമോളും പറയുന്നുണ്ട്, ഇല്ല, ഒന്നും പറഞ്ഞില്ല, ഞങ്ങളെ ചേച്ചിയെ കണ്ടിട്ടുമില്ല. സാധാരണ കോളേജിൽ നിന്നും സ്കൂളിൽ നിന്നും കഴിഞ്ഞ് വന്നാൽ ഫ്രഷപ്പ് ആവാതെ ചേച്ചി ടീ ഒന്നും തരാറില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ നേരെ റൂമിലേക്കാണ് പോയത്. ചേച്ചി എവിടെ അച്ഛാ? എന്താ ഇപ്പോൾ അങ്ങനെ പോവാൻ കാരണം? ഈ പോക്കും വരവൊക്കെ ഒന്ന് അവസാനിപ്പിച്ചൂടെ അച്ഛാ? ഞങ്ങൾ കരുതിയത് ഇതൊക്കെ അവസാനിച്ചു എന്നാ. എന്താ ഇപ്പം ഉണ്ടായത്? അത് ചേച്ചിയുടെ അച്ഛൻ വന്ന് വിളിച്ചിരുന്നു, ചേച്ചിയെ വന്ന് കൊണ്ടുപോവുകയാണെന്ന് പറയാൻ. ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞു നോക്കി, പക്ഷെ ഒരു പൊടിക്ക് പോലും അയാൾ സമ്മതിക്കുന്നില്ല. എന്തൊക്കെയോ പറഞ്ഞ അവസാനം അലീനയെ അയാൾ നേരിട്ട് വിളിച്ച് സംസാരിച്ചു, സമ്മതിപ്പിച്ചു. അലീനയുടെ കാര്യം നിങ്ങൾക്കറിയാമല്ലോ, അവൾ ആരെയും വിഷമിപ്പിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളാണ്. അപ്പോൾ പിന്നെ നമ്മൾ എന്താ പറയുക? ഞങ്ങൾ സംസാരിച്ചോളാം ചേച്ചിയോട്, ഞങ്ങളേലും വലുത് ചേച്ചിക്ക് മറ്റാരാണെന്ന് ഞങ്ങൾക്കൊന്ന് അറിയണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കിച്ചണിലേക്ക് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ അലീന വളരെ വിഷമിച്ച് നിൽക്കുന്നത് കാണുന്നുണ്ട്. ഗ്യാസ്മേൽ വെച്ചിരിക്കുന്ന ചായ തിളച്ച് പൊന്തുന്നുണ്ട്. അലീന ഈ ലോകത്തൊന്നുമല്ലെന്ന് കൃഷ്ണമോൾക്കും ബബിതയ്ക്കും മനസ്സിലാവുകയാണ്. അവർ രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. ചേച്ചി, ഈ ലോകത്തൊന്നും അല്ലേ? ചായ തിളച്ച് വറ്റാറായല്ലോ എന്ന് കൃഷ്ണമോള് പറയുന്നത് കേട്ട് അലീന തിരിഞ്ഞു നോക്കുകയാണ്. പെട്ടെന്ന് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അവരോടായി പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി വെച്ചതാ, പെട്ടെന്ന് ഞാൻ എന്തോ ഓർത്ത് നിന്നുപോയെന്ന്. അപ്പോൾ ബബിത ചോദിക്കുകയാണ്, നാളെ പപ്പ വന്ന് കൊണ്ടുപോണത് സ്വപ്നം കണ്ട് നിന്നുപോയതായിരിക്കും അല്ലേ? ഓ, അപ്പോഴേക്കും അറിഞ്ഞോ നാളെ ഞാൻ പോവുകയാണെന്ന്? പിന്നെ ഞങ്ങൾ അറിയാതെ? ഞങ്ങളെന്താ ഇവിടെയുള്ളവരല്ലേ, ഇതൊന്നും അറിയാതിരിക്കാൻ? ചേച്ചി എന്തിനാ പോണത്? ചേച്ചിയോട് ആരാ പോവാൻ പറഞ്ഞത്? നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? എന്നോട് ആരാടി ഇവിടെ നിന്ന് പോവാൻ പറയാ? നിങ്ങളോട് പറയൂ ഇവിടെ നിന്ന് ആരെങ്കിലും പോവാൻ? അതുപോലെ തന്നെയല്ലേ ഞാനും. അത് തന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. ഞങ്ങൾ ഇവിടെ നിന്നും എവിടേക്കും പോകുന്നില്ലല്ലോ, ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ തന്നെയല്ലേ നിൽക്കുന്നത്. ചേച്ചിക്ക് മാത്രം എന്തിനാ ഇങ്ങനെ ഒരു യാത്ര ഇടയ്ക്കിടയ്ക്ക്? അറിയില്ല മോളെ, എൻ്റെ ജന്മം അങ്ങനെ ആയിപ്പോയി, ഞാൻ അതേ വിചാരിക്കുന്നുള്ളൂ. ഇതൊക്കെ ചേച്ചി വരുത്തി വെക്കുന്നതാ. ചേച്ചിക്ക് എവിടേക്കും വരാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ. ചേച്ചി, ദൈവത്തെ ഓർത്ത് ചേച്ചി ഇവിടെ നിന്ന് പോവരുത്. ഇല്ല മോളെ, ചേച്ചിക്ക് ഇപ്പം തൽക്കാലം പോയേ കഴിയൂ. അധികം വൈകാതെ തന്നെ ചേച്ചി ഇങ്ങോട്ട് തിരിച്ചു വരാം. നിങ്ങൾ പറഞ്ഞ പോലെ ഈ പോക്ക് വരവുകളൊക്കെ അവസാനിപ്പിച്ചിട്ട് തന്നെ. ഓവ, പറഞ്ഞു പോകുന്ന പോക്കേ ഉണ്ടാവുള്ളൂ. അവിടെ ചെന്ന് അവരെയൊക്കെ കാണുമ്പോൾ മനസ്സൊക്കെ മാറും. അച്ഛൻ പറയുന്നുണ്ടായിരുന്നല്ലോ അവിടെയും ചേച്ചിക്ക് സഹോദരന്മാരുണ്ടെന്നൊക്കെ. അവരോടൊപ്പം ഇതുപോലെ സെറ്റായി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് വരാനും ചേച്ചിക്ക് തോന്നാതെ ആവുമല്ലോ. എടി, അവരെയൊക്കെ എനിക്ക് എന്തെങ്കിലും പരിചയമുണ്ടോ? പ്രത്യേകിച്ച് അവരെ പുറത്തെവിടെയോ പഠിക്കുന്ന കുട്ടികളാണ്. എന്തോ 2 മാസത്തെ വെക്കേഷന് ഇപ്പം വരുന്നു എന്ന് മാത്രം. പിന്നെ എങ്ങനെയാടി എനിക്ക്? നിങ്ങൾ വെറുതെ ഓരോന്ന് ആലോചിച്ച് കാട് കയറിയൊന്നും ചിന്തിക്കണ്ട. രണ്ടുപേരും ആ കോഫിയൊക്കെ എടുത്ത് കുടിക്കാൻ നോക്ക്. അപ്പോൾ ചേച്ചി പോകാൻ തന്നെ തീരുമാനിച്ചു അല്ലേ?
എന്ന് കൃഷ്ണമോള് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ മോളെ, താൽക്കാലികമായി ഒന്ന് പോയിട്ട് വരാമെന്ന്, നിങ്ങൾ അത്രയും ചിന്തിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അലീന കിച്ചണിൽ നിന്നും പുറത്തേക്ക് പോവുകയാണ്. കൃഷ്ണമോൾക്കും ബബിതയ്ക്കും വല്ലാത്ത വിഷമമാവും. അവര് പരസ്പരം ചോദിക്കുകയാണ്, ഈ പോക്ക് തടയാനായിട്ട് എന്താ ഒരു വഴി? ആരെയാ വിളിക്കുക? മനുവേട്ടനെ വിളിച്ച് പറഞ്ഞാലോ? മനുവേട്ടനെ വിളിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല ബബിതേച്ചി. അലീനേച്ചി മനുവേട്ടനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കും, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്നാൽ നമുക്ക് രേവതിക്കുട്ടിയെ വിളിച്ച് പറഞ്ഞാലോ? രേവതിക്കുട്ടിയുടെ കാര്യവും അത്രയൊക്കെ തന്നെയാണ്. അലീന ചേച്ചിക്ക് കൂടുതൽ വില കൽപ്പിക്കുന്ന ആളല്ലേ രേവതിക്കുട്ടി. ചേച്ചി നോ എന്ന് പറഞ്ഞാൽ അവൾ അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. എന്നാ നീ ഫോൺ എടുക്ക്, നമുക്ക് രോഹിത്തേട്ടനെ ഒന്ന് വിളിച്ച് പറയാം. ഇപ്പോൾ രോഹിത്തേട്ടൻ എന്തെങ്കിലും പറഞ്ഞാൽ ചേച്ചി അനുസരിക്കുകയൊക്കെ ചെയ്യും. സ്വന്തം സഹോദരനല്ലേ, ആ ഒരു ഇത് എന്തായാലും ചേച്ചിക്ക് ഉണ്ടാവും. അവർ രണ്ടുപേരും കൂടി രോഹിത്തിനെ വിളിക്കാൻ തീരുമാനിക്കുകയാണ്. ഫോണെടുത്ത് രോഹിത്തിനെ വിളിക്കുന്നുണ്ട്. രോഹിത്തിനോട് നടന്ന കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിച്ച് പറയുകയാണ് ബബിതയും കൃഷ്ണമോളും. രോഹിത്ത് പറയുന്നുണ്ട്, ഇതൊന്നും അവസാനിപ്പിച്ചുകൂടെ ചേച്ചിക്ക് ഈ ഓട്ടം? എന്തിനാണ് എല്ലാവരും കൂടി ചേച്ചിയെ ഇങ്ങനെ ഇട്ട് ഓടിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരൊക്കെ എന്താണ് ഇങ്ങനെ ചിന്തിക്കുന്നതെന്ന്. കാര്യങ്ങളെല്ലാം ഒരു വിധത്തിൽ ഒന്ന് കരയ്ക്കടുപ്പിക്കുമ്പോൾ ഓരോ പ്രശ്നങ്ങൾ പുതിയതായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണോ? ചേച്ചിക്ക് ഒറ്റയടിക്ക് പറയാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ചേച്ചി എവിടേക്കും വരാൻ തയ്യാറില്ലെന്ന്. പക്ഷെ ചേച്ചി അത് പറയത്തില്ലല്ലോ എന്ന് ബബിതയും പറയുന്നുണ്ട്. അപ്പോൾ രോഹിത്ത് പറയുകയാണ്, ഞാനെന്തായാലും ചേച്ചിയെ ഒന്ന് വിളിച്ച് പറഞ്ഞു നോക്കട്ടെ. അപ്പോൾ കൃഷ്ണമോളും ബബിതയും ഒരേപോലെ പറയുന്നുണ്ട്, ആര് വിളിച്ച് പറഞ്ഞാലും കൊടുത്ത വാക്കൊന്നും ചേച്ചി മാറ്റാനൊന്നും പോകുന്നില്ല. പക്ഷേ രോഹിത്തേട്ടൻ ചേച്ചിയോട് മാക്സിമം പറഞ്ഞു നോക്കണം പോവരുതെന്ന്. ഇനി അഥവാ പോയേ പറ്റൂ എന്നാണെങ്കിൽ രോഹിത്തേട്ടൻ തിരിച്ചു വരുമ്പോഴേക്കും ഇവിടെ ഉണ്ടായിരിക്കണം എന്ന് പറയണം കേട്ടോ. ഞാനെന്തായാലും പറഞ്ഞു നോക്കട്ടെ, അല്ലാതെ ഇപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? രോഹിത്ത് ഉടനെ തന്നെ തൻ്റെ ഫോണിൽ നിന്നും അലീനയുടെ നമ്പറിലേക്ക് വിളിക്കുകയാണ്. അലീനയ്ക്ക് രോഹിത്തിൻ്റെ നമ്പർ കണ്ടപ്പോഴേ കാര്യം മനസ്സിലായി. അലീന പറയുന്നുണ്ട്, എന്താണ്? രണ്ടുപേരും കൂടിയും നിന്നെ വിളിച്ച് എന്തൊക്കെയോ പറഞ്ഞു തന്നിട്ടുണ്ട്, അതിനുള്ള വിളിയാണിത് അല്ലേ രോഹിത്തെ? പിന്നെ അല്ലാതെ. ചേച്ചി എന്തിനാ ചേച്ചി ഓരോ തീരുമാനങ്ങൾ പുതിയതായി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല ചേച്ചി എന്തൊക്കെയാണ് ഈ ഉദ്ദേശിക്കുന്നതെന്ന്. ചേച്ചിക്ക് എന്ത് കാര്യമുണ്ട് ഇപ്പോൾ ഇവിടെ നിന്ന് പോവണ്ടേ? മോനെ, ഞാൻ പറഞ്ഞില്ലേ, അവരോട് ഞാൻ എല്ലാം പറഞ്ഞു കൊടുത്തതാ. അതേപോലെ തന്നെ നിന്നോടും അവർ പറഞ്ഞിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. ഇതിൽ കൂടുതൽ ഞാൻ ഇനി എന്ത് പറയാനാടാ? ചേച്ചി വെറുതെ കളിക്കാൻ നിൽക്കല്ലേ കേട്ടോ. ചേച്ചിയപ്പോൾ എന്തായാലും പോണെന്ന് തന്നെയാണല്ലേ തീരുമാനം? അതെ രോഹിത്തെ, തൽക്കാലം ഞാനൊന്ന് പോട്ടെ, ഞാൻ പെട്ടെന്ന് തിരിച്ചു വരാടാ. ചേച്ചി ഈ തിരിച്ചു വരാ എന്ന് പറയുന്നത് എന്നാണെന്ന് കൂടി ഞങ്ങളോട് പറഞ്ഞിട്ട് തന്നെ പോണം. ചേച്ചി ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് ഈ നോക്കിയിരിക്കുന്ന ദിവസങ്ങളുണ്ടല്ലോ, ഞങ്ങൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും അത്. അതുകൊണ്ടാണ് ചേച്ചിയോട് ചോദിക്കുന്നേ, ചേച്ചി എന്ന് തിരിച്ചു വരുന്നു ഇപ്പം പറഞ്ഞിട്ട് തന്നെ പോണെന്ന്. അങ്ങനെ ഇപ്പം എങ്ങനെയാ രോഹിത്തെ ഞാൻ പറയുക? ഞാനിപ്പോൾ പോകുന്നതല്ലേ ഉള്ളൂ. ഇനി അവിടെ ചെന്നിട്ട് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്നൊന്നും എനിക്ക് തന്നെ ഒരു പിടിയില്ല. ഈ പറയുന്ന സ്റ്റാൻലി എന്ന് പറയുന്ന പപ്പ പറയുന്നത് അവരുടെ മക്കളോട് ഞാൻ ആരാണെന്ന് പറയണമെന്നാ. ഇവിടെ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ തന്നെ നിനക്കൊക്കെ ചിന്തിക്കാൻ പോലും കഴിയാത്തതായിരുന്നില്ലേ? എൻ്റെ പേടി അതാണ്, അവിടെ ചെന്നിട്ടും ഇതും ഇതിനപ്പുറവും ഒക്കെ നടക്കുമെന്ന്. കാരണം അവരും അത്യാവശ്യം വലിയ കുട്ടികളാണ്, 10ാം ക്ലാസ്സിലും +2-നും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ. അവർക്കും ഇതൊക്കെ ഉൾക്കൊള്ളാൻ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവും? ആരും എൻ്റെ വാക്ക് മനസ്സിലാക്കുന്നില്ല, എൻ്റെ വാക്കിന് ആരും വിലയും നൽകുന്നില്ല. രോഹിത്ത് അലീനയോടായി പറയുകയാണ്, അത് ചേച്ചി സ്ട്രോങ് അല്ലാത്തത് കൊണ്ടാണ്. ചേച്ചി പറയേണ്ട കാര്യങ്ങൾ ആരോടാണോ പറയുന്നത് അവരുടെ മുഖത്ത് നോക്കി തന്നെ പറയണം, എനിക്കത് പറ്റില്ല എന്ന്. ചേച്ചി അതൊന്നും ചെയ്യുന്നില്ലല്ലോ അതിന്, പിന്നെ പറയും എൻ്റെ വാക്ക് ആരും കേൾക്കുന്നില്ലെന്ന്. ചേച്ചി ആ മനുവേട്ടനെ മാത്രമാണ് വിഷമിപ്പിച്ചിട്ടുള്ളത്. ആ കാര്യത്തിൽ മാത്രമാണ് ചേച്ചിക്ക് ഒരുറപ്പുണ്ടായത്. മറ്റുള്ള കാര്യങ്ങളൊക്കെ ചേച്ചിയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മറ്റുള്ളവരാണ്.
മനുവേട്ടൻ മാത്രം ഒരു നല്ല കാര്യം വന്ന് പറഞ്ഞപ്പോൾ അതിന് മാത്രം ചേച്ചിക്ക് കഴിയില്ലായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ചേച്ചിക്ക് എവിടേക്കെങ്കിലും ഓടിപ്പോകേണ്ട കാര്യം ഉണ്ടായിരുന്നോ? മനുവേട്ടൻ്റെ വൈഫായിട്ട് ഒരു ഫുൾ അഡ്രസ്സിൽ ചേച്ചിക്ക് അവിടെ കഴിയാമായിരുന്നല്ലോ. അതൊന്നും ചേച്ചിക്ക് കഴിയില്ല. ചേച്ചിക്കെല്ലാം അറിയാം. എന്നാൽ ചേച്ചിയുടെ കാര്യങ്ങൾക്ക് മാത്രം ചേച്ചിക്ക് ഒന്നും അറിയാത്ത ഒരാളെ പോലെയാണ്. ഞങ്ങൾക്കൊക്കെ ഉണ്ടായ പ്രശ്നങ്ങൾ ഇത്ര നിസ്സാരമായിട്ടാണ് ചേച്ചി പരിഹരിച്ചത്. പക്ഷേ ചേച്ചിയുടെ ജീവിതത്തിൽ വരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും പരിഹരിക്കാൻ ചേച്ചിക്ക് കഴിയുന്നുമില്ല. എന്താണ് ഞങ്ങൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കിയെടുക്കേണ്ടത്? ചേച്ചി വേണ്ടെന്ന് വെച്ചിട്ടാണോ? അതോ മറ്റുള്ളവർ സ്ക്രൂ കൊടുക്കുമ്പോൾ തിരിയാൻ വേണ്ടി മാത്രമായിട്ടുള്ള ഒരു പാവയായിട്ടാണോ ചേച്ചിയെ കാണുന്നത്? രോഹിത്തെ, നീ ഇത്രയൊക്കെ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾക്കൊക്കെ ഒരു സ്റ്റാൻഡുണ്ട്. ആ സ്റ്റാൻഡിൽ നിൽക്കാൻ നിങ്ങൾക്ക് പ്രാപ്തരുമാണ്. കാരണം നിങ്ങൾ ജനിച്ചപ്പോൾ മുതൽ ഒരച്ഛൻ്റെയും അമ്മയുടെയും തണലിൽ വളർന്നവരാണ്. നിങ്ങൾക്ക് അറിയാം നിങ്ങൾ ആരെ കൂടെ നിൽക്കണമെന്നും ആരൊക്കെ നിങ്ങൾക്കുണ്ടെന്നും. പക്ഷേ ഈ പറയുന്ന എനിക്കങ്ങനെയല്ല. ഞാൻ ജനിച്ചപ്പോൾ ഒരമ്മയുണ്ടായിട്ടുണ്ടാവാം. പക്ഷെ ഓർമ്മ വെച്ച കാലം മുതൽ എനിക്കങ്ങനെ ഒരു അഡ്രസ്സ് ഇല്ല. അനാഥ എന്ന് മാത്രമാണ്. ഫാദറിൻ്റെയോ മദറിൻ്റെയോ കോളങ്ങൾ ബ്ലാങ്ക് ആയിരുന്നു. കെയർ ഓഫ് ബ്രിജിത എന്നായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത്. ഗാർഡിയൻ ബ്രിജിത, അത്രേ ഉണ്ടായിരുന്നുള്ളൂ എനിക്കൊരു അഡ്രസ്സ്. ഞാൻ എന്നെക്കുറിച്ച് ഏത് സ്റ്റാൻഡിലാണ് രോഹിത്തെ നിൽക്കേണ്ടത്? നീയെങ്കിലും എനിക്കൊന്ന് പറഞ്ഞതാ. ഞാൻ പറഞ്ഞു തന്ന ചേച്ചി അതേപോലെ ചെയ്യൂ? അങ്ങനെയല്ലടാ. പിന്നെ എന്താണ് ചേച്ചിയാണ് ഇപ്പോൾ എന്നോട് ചോദിച്ചത്? ഞാൻ എന്നോട് പറഞ്ഞു തരാൻ. അത് ഞാൻ പറഞ്ഞു തരാം. ഇന്ന് ചേച്ചിക്ക് ഒരു അഡ്രസ്സ് ഉണ്ട്. ഒരു അഡ്രസ്സും ചേച്ചി വിലവിൽക്കണ്ട. ഈ രോഹിത്തിൻ്റെ സഹോദരി എന്ന സ്ഥാനമില്ലേ ചേച്ചിക്ക്, അത് ചേച്ചിയുടെ ഒരു അഡ്രസ്സല്ലേ? ചേച്ചി എൻ്റെ മൂത്ത സഹോദരിയല്ലേ, അത് ചേച്ചിക്ക് ഒരു അഡ്രസ്സല്ലേ? അതാണ് രോഹിത്തെ ഞാൻ പറഞ്ഞത്. പിന്നെ എത്ര വന്നാലും നമുക്കൊരേ അമ്മയാണെന്നേ ഉള്ളൂ. നമ്മുടെ അഡ്രസ്സ് രണ്ടാടാ. അതെങ്കിലും നീ മനസ്സിലാക്ക്. എനിക്കിപ്പോൾ ഇതൊക്കെ ആലോചിക്കുമ്പോൾ വല്ലാത്ത വിഷമമുണ്ട്. കാരണം ഞാൻ ആ ബാലചന്ദ്രൻ എന്ന് പറയുന്ന ആ വലിയ മനുഷ്യൻ്റെ മകളായിട്ട് ജനിച്ചില്ലല്ലോ എന്ന്. ഞാൻ ഒരിക്കലും വൈജ എന്ന് പറയുന്ന ആ സ്ത്രീയുടെ മകളാണെന്ന് ആഗ്രഹിക്കുന്നില്ല പറയാൻ. പകരം ബാലചന്ദ്രൻ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ മകളായാൽ മതിയെന്നായിരുന്നു ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ദൈവം എന്നെ അവിടെയും തള്ളിക്കളഞ്ഞു. പൂർണ്ണമായും തള്ളിക്കളഞ്ഞു എന്ന് പറയാനാവില്ല കേട്ടോ രോഹിത്തെ. കാരണം ഇങ്ങനെ ഒരു അച്ഛൻ്റെ തണലിൽ വന്ന് നിൽക്കാനെങ്കിലും എനിക്ക് കഴിഞ്ഞല്ലോ. നിങ്ങൾ 3 പേരും ഭാഗ്യവരാണ്. ആ ഭാഗ്യം നിങ്ങൾ എന്നും നിലനിർത്തി കൊണ്ടുപോകണം കേട്ടോ. രോഹിത്തിന് തൻ്റെ ചേച്ചിയുടെ നാവിൽ നിന്ന് കേൾക്കുന്ന ഓരോ വാക്കുകളും വല്ലാത്ത വിഷമമുണ്ടാക്കിക്കൊണ്ടേയിരുന്നു. രോഹിത്തിന് തിരിച്ച് ചേച്ചിയെ പറഞ്ഞ് തിരുത്താൻ കഴിയില്ലെന്ന് ഉറപ്പായിരുന്നു. രോഹിത്ത് ഒരിക്കൽ കൂടി അലീനയോട് പറയാണ്, ചേച്ചി തിരിച്ചെന്ന് വരുമെന്ന് എന്നെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോവുമോ? ഞാൻ വിളിക്കാടാ. ഞാൻ അധികം ദിവസം നിൽക്കില്ല. ശരി, അടുത്ത വരവ് ഞാൻ വരുമ്പോൾ ചേച്ചി ഇവിടെ ഉണ്ടാവില്ലേ? നോക്കാം. സ്ഥിരമായിട്ടില്ലെങ്കിലും നീ വരുമ്പോൾ ആ സമയത്ത് ഞാൻ വരാം. ഇതെന്തൊക്കെയാണ് ഈ പറഞ്ഞിട്ട് പോകുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല രോഹിത്തെ. ഇപ്പം തൽക്കാലം എനിക്ക് ഇത്രയൊക്കെ പറയാൻ കഴിയൂ. കാരണം ഞാൻ ഇവിടെ നിന്ന് പോയിട്ടില്ല. അവിടെ ചെന്നിട്ടുള്ള അവസ്ഥകൾ എന്താണെന്ന് പോലും എനിക്കറിയില്ല. ഒരു പക്ഷേ 2-3 ദിവസത്തിനകം തന്നെ ഞാൻ തിരിച്ചു വരാനും സാധ്യതയുണ്ട്. ആ കുട്ടികളോട് എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ അവരെന്നെ അംഗീകരിച്ചില്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് പോരേണ്ടി വരില്ലേ? അതെ ചേച്ചി ആ പറഞ്ഞത് സത്യമാണ്. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം. കാരണം അദ്ദേഹത്തിന് പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയില്ലല്ലോ. തൻ്റെ മക്കള് സ്വീകരിക്കില്ലെന്ന് പറഞ്ഞാൽ. നീയാൾ കൊള്ളാമല്ലോടെ രോഹിത്തെ. നീയപ്പോൾ അങ്ങനെയൊക്കെയാണല്ലേ കരുതി വെച്ചിരിക്കുന്നത്. പിന്നല്ലാതെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ചേച്ചിയെ തിരിച്ചു കിട്ടണം. ഞാൻ അത്രേ ആഗ്രഹിച്ചിട്ടുള്ളൂ. ചേച്ചി, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തേക്കണേ. ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും അവിടെ നിന്ന് ഈ കൊണ്ടുപോണ ബാഗും എടുത്ത് തിരിച്ചിങ്ങോട്ട് തന്നെ പോന്നേക്കണം. ശ്രമിക്കാടെ മോനെ. നീ എന്തായാലും നന്നായിട്ടിരുന്ന് പഠിക്കാനൊക്കെ നോക്ക്. കൂടുതൽ കാര്യങ്ങളൊന്നും ചിന്തിച്ച് നിന്റെ തലയിൽ കയറ്റി വയ്ക്കാനൊന്നും നോക്കണ്ട. ഇവിടെയുള്ള ആ പെണ്ണുങ്ങളെ രണ്ടിനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് അലീന രോഹിത്തിൻ്റെ കോള് കട്ട് ചെയ്യാണ്.
നിങ്ങൾക്ക് ഈ സ്റ്റോറീസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ശുഭരാത്രി.